ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു സമൂസത്തെ റെസിപ്പി ആയിട്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾ കാട്ടുறேன். പഞ്ചാബി സമൂസ. അപ്പോൾ പഞ്ചാബി സമൂസയിൽ കുറേ ആൾക്കെല്ലാം നല്ല ഇഷ്ടമായിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സമൂസ എങ്ങനെ ആക്കറേ ഞങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഇതിൽ ചൊന്തണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ആക്കുകയും ഈസി, ചുമ സൊറയൊന്നുമില്ല, ഈസി ആയിട്ട് ഞങ്ങൾ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ಇದಕ್ಕೆ വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുக்கிறேன். ಅದಕ್ಕೆ ഞങ്ങൾ ടേസ്റ്റ് വേണേ എത്ര ഉപ്പിട്ട് കൊടുക്കണം. നിങ്ങൾ ഇപ്പോൾ കൊറോടി വേണമെങ്കിൽ കൊറോടി എടുക്കണം. ഇപ്പോൾ 2 കപ്പ് മൈദ എടുത്തറேன். അതിൽ പിന്നെ ഇതാ ഓമ ಅಜ್ವೈನ್ ಉಂಡಲೆ ಅದು ತೆಲ್ಬೇನೆ ಇದಕ್ಕೆ. അപ്പോൾ ಅದು ഇതുപോലെ തെല്ലൊരു 1/2 ടീസ്പൂൺ എത്ര ഓമ അത് ഇട്ട് കൊടുത്തേ. അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് തെല്ല് നെയ്യ് ചൂടാക്കിയിട്ട് ഇതിക്ക് ബീത്തി കൊടുക്കണം. അപ്പോൾ നെയ്യ് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക. അപ്പോൾ ഞാൻ ഇത് നല്ല ഒന്ന് ചൂടാക്കിയുള്ളൂ, ചൂടാക്കിയിട്ട് ബീത്തണം. അപ്പോൾ നെയ്യും ആവും ഓയിലും ആവും. നെയ്യിട്ടായെങ്കിൽ ഒന്ന് കൂടി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞാനിവിടെ നെയ്യ് ബീത്തി കൊടുത്തേ. അപ്പോൾ നെയ്യ് ബീത്തിയിട്ട് ഇതുപോലെ ചന്ത കയ്യിലൊന്ന് ഫസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ആക്കി എടുക്കണം. ചന്ത കയ്യിലിങ്ങനെ തിരുമ്മിട്ട് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ എത്ര ബീത്തി കൊടുത്തേ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എത്ര നെയ്യ് ഞാനിപ്പോൾ ഇതിക്ക് ബീത്തി കൊടുത്തേ. നല്ല ഒന്ന് കയ്യിലിതാ ഇതുപോലെ ചന്ത മിക്സ് ആക്കി എടുക്കണം. ഇങ്ങനെ തിരുമ്പി എടുക്കണം. ഇതുപോലെ കണ്ടല്ലേ, ഇതുപോലെ ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ചന്ത മിക്സ് ആക്കി പൊടിയെല്ലാം മിക്സ് ആക്കി എടുത്തോൾ. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ തണ്ണി വിത്തിട്ട് ഇത് തെല്ലെ തണ്ണി വിത്തിട്ട് നല്ല ഗട്ടിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തണ്ണി എടുത്തത്. തണ്ണി എത്ര ബേനായിട്ട് ചൊല്ലുന്നതാണ്. അപ്പോൾ നല്ല എത്ര ഞങ്ങൾ ഇത് ഗട്ടിയിൽ കുഴച്ചെടുക്കണം. ഞങ്ങൾ തെലുപ്പ് ഞങ്ങൾ സാധാരണ നോർമൽ സമൂസത്തുകളെ കൊലക്കിற പോലെ കുഴച്ചെങ്കിൽ സമാവില്ല. തെല് ഗട്ടി ബേന ಇದಕ್ಕೆ ಬಿಟ್ಟು ಲೂಸ್ ಆಯಂಗೆ ಸಮಾವಿಲ್ಲ ನಂಗೆ. അപ്പോൾ തണ്ണി ഉറക്കം വീത്തണ്ട. അപ്പോൾ ഇതുപോലെ ചന്ത കുഴച്ചെടുക്കണം, നല്ല കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ കൂടെ 1/2 കപ്പും പിന്നെ തെല്ല് എക്സ്ട്രാ തണ്ണി വന്നത് 3/4 കപ്പ് തണ്ണി വേണ്ട. 1/2 കപ്പിടെ കാട്ടി ഒരു തെല്ല് തണ്ണി 6 ബേനായിട്ട് അത്ര തണ്ണി വിത്തിട്ട് ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തേ. ചന്ത കിച്ചൺ ടോപ്പിൽ അതല്ലെങ്കിൽ ചപ്പാത്തിയുടെ മണല ഇട്ടിട്ട് നല്ല കുഴച്ചെടുക്കുന്നത്. ഇതുപോലെ കണ്ടല്ലേ, ഇത് ഗട്ടിയിലുണ്ട്. ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിന് മേലേക്ക് തെല്ല ഓയിലാക്കിയിട്ട് ഞങ്ങൾ മൂടി വെച്ചിട്ട് ഇത് ഞങ്ങൾ ഒരു 1/2 ഗಂಟೆ റെസ്റ്റിലിക്കിട്ട് അതിനിടയ്ക്ക് ഞങ്ങൾ ഇതിക്ക് പിന്നെ മസാല ഒന്ന് റെഡി ആക്കണം. അപ്പോൾ മൂടി വെച്ചെങ്കിൽ ഇതില്ലെങ്കിൽ ചണ്ടി തുണി ആക്കിയിട്ട് അതിന് മേലേക്ക് ഇട്ടിരുങ്ങോ അങ്ങനെ ആവും. അപ്പോൾ ഇനിയിപ്പോൾ മസാല ഒന്ന് ഞങ്ങൾ റെഡിയാക്കി വെക്കുക. ഇതിക്ക് പിന്നെ പൊട്ടേറ്റ് ഞാനിവിടെ വേപ്പാട്ടി വെച്ചറേ. അപ്പോൾ ഓയിൽ ബീത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണോ ജീരക, അതേപോലെ 1 ടീസ്പൂൺ കൊത്തമ്പരി എടുത്തിട്ട് കൊത്തമ്പരി ഒന്ന് ക്രഷ് ആക്കി എടുക്കണം. ഒന്നെങ്കിൽ ഇങ്ങനെ പൊടിച്ചിട്ടാ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു കൊത്തമ്പരി 2 ഭാഗം അങ്ങനെ അവിടെ അല്ലേ അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്ത് എങ്ങനത്തെ ചുമ പൊടിക്കണ്ട, 2 ഭാഗം അങ്ങനെ മേയോ. അപ്പോൾ ആ ഒരു കൊത്തമ്പരി ഇട്ടിട്ട് അതിലൊട്ടിക്ക് ഞങ്ങൾ ഇതിക്ക് ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് അത് ഞങ്ങൾ ഇപ്പോൾ ചെറിയ സ്പൂണിൽ ഒന്ന് ഫുള്ള് നിറച്ചു ഇട്ടേ. ഞങ്ങൾ ഇപ്പോൾ ടേബിൾ സ്പൂണിൽ എടുക്കുകയെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ എത്ര ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതും നല്ല കായട്ട് ജണ്ടും കൂടി. അപ്പോൾ നല്ല കാഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിക്ക് പിന്നെ പച്ചമുളക് ഇതാ നത്തില്ല 6 പച്ചമുളക് ഇട്ടേ. ഒരു 10-12 അത്ര എടുത്തേ ഞാൻ ചെറിയ പച്ചമുളക്. നല്ല കാരമാകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റോട്. അപ്പോൾ ഇതിക്ക് ഞാൻ മുളക് പൊടി ഇട്ടില്ല. സാധാരണ ഞങ്ങൾ പഞ്ചാബി സമൂസ എല്ലാത്തിന് അതിൽ നല്ല റെഡ് കളറിലുള്ള മസാല ഇട്ടിക്കറേ. ഇവിടെ കിട്ടുന്നതെല്ലാം റെഡ് കളറിലുള്ള മസാല. അപ്പോൾ ഇതാക്കുമ്പോൾ ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ആയിട്ടിക്കറേ. ഞാൻ ഇതിക്ക് ഇത് മുളക് പൊടി ഇട്ടില്ല, അതിൻ്റെ ബദലിക്ക് പച്ചമുളക് ഇട്ടേ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലൊട്ടിക്ക് നിങ്ങൾ വലിയ സൈസില്ല ഒരു നീരുള്ളി എടുത്തേ. നീരുള്ളി നിങ്ങൾ ഇതുപോലെ ഓംലേറ്റ് കട്ടാക്കറല്ലേ അതുപോലെ കട്ടാക്കിയിട്ട് നല്ല ഒന്ന് കായിട്ട് അതിലൊട്ടിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തേ. ഞാൻ ടേസ്റ്റ് പിന്നെ എത്ര നോക്കിയിട്ട് ഞാൻ പൊട്ടേറ്റോക്ക് ഉപ്പ് ഇട്ടിട്ടില്ല, ഞങ്ങൾ പിന്നെ എത്ര ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നീരുള്ളി എല്ലാം ഇതുപോലെ കായിട്ടതിൽ നല്ല കാഞ്ഞിട്ട് പറഞ്ഞിട്ട് അതിൽ പിന്നെ തീത്തിൽ ശരിയാക്കി വെച്ചിട്ട് ഞങ്ങൾ ഇതിക്ക് ഒരു 1/2 to 3/4 ടീസ്പൂൺ എത്ര മഞ്ഞളുടെ പൊടി, അതേപോലെ തിൽ ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ എത്ര ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ എത്ര ചിക്കൻ മസാല ഇത്ര ഇട്ടിട്ട് വേറെ മസാല പൊടിയൊന്നും ഞാൻ ഇതിക്ക് ഇടില്ല. അപ്പോൾ ഇത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലൊട്ടിക്ക് ഞങ്ങൾ വേപ്പാട്ടി വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിലേ ഉണ്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിലൊട്ടിക്കുമേ പൊട്ടാറ്റോ. അപ്പോൾ ഞാനിവിടെ ഇതാ വലിയ സൈസിലുള്ള ഒരു 3 പൊട്ടാറ്റോ എടുത്തിട്ട് ഞാനിവിടെ കണ്ടല്ലേ. അപ്പോൾ ഇത് പൊട്ടാറ്റോ ഞാനിപ്പോൾ മൈക്രോവേവിൽ വെച്ചിട്ട് എടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ കുക്കറിൽ ഇട്ടിട്ട് 2 വിസിൽ അങ്ങനെ എടുത്തെങ്കിത്ത് 2-3 വിസിൽ നോക്കിയിട്ട് ഇങ്ങനെ വേപ്പാട്ടി എടുത്തെങ്കിത്ത്. അപ്പോൾ മൈക്രോവേവിൻ്റെ അതിൽ വെച്ചെങ്കിൽ ഞങ്ങൾ ഈസി ആയിട്ട് കയറുക. അപ്പോൾ ഇതിക്കിപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് ഞങ്ങൾ ഇത് മയ്യാവല്ലോ അപ്പോൾ സീഡോണോ. അപ്പോൾ അതൊന്ന് ചന്ത ഇതുപോലെ നല്ല ഒന്നിങ്ങനെ പൊടിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ ഞങ്ങൾ ഇതിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊട്ടിക്ക് ഞങ്ങൾക്ക് ഇതിക്ക് തെല്ല് ലിംബ വേണോ. ലിംബ ഞാനിവിടെ വലിയ ഒരു ലിംബയുടെ ഒരു 1/2 ലിംബ ഞാൻ ഇതിക്ക് പൊലിഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിക്ക് പുളി വേണോ. പുളി അതേപോലെ അത് കാര പിന്നെ ഉപ്പ് അതെല്ലാം ഒരേപോലെ എങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. നല്ല കാരക്കാരെല്ലാം എങ്കിൽ പുളിയെല്ലാം ഉണ്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ചെറിയ ലിംബൻ കണ്ടി നിങ്ങൾ ഒന്ന് ഫുള്ളായിട്ട് പൊലിഞ്ഞ് കൊടുക്കുമോ. നമ്മുടെ വലുതായത് കൊണ്ട് ഒരു 1/2 പൊലിഞ്ഞ് കൊടുത്തിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്കുന്നതിൽ ഗ്രീൻ പീസ് ഞാനിവിടെ ഒന്നെങ്കിൽ ഞങ്ങൾ വേപ്പട്ടിട്ടിട്ടിരുங்க അതാവും, അതല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതുമോ. ഞാനിപ്പോൾ ഫ്രോസൺ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് എടുത്തിട്ട് ഗ്രീൻ പീസ് അതിലൊട്ടിക്കുമ്പോൾ ഇതിൽ കൊത്തമ്പരി സൊಪ್ಪു കട്ടാക്കിയിട്ടിട്ട് നല്ല ഇത് ചന്ത മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടില്ല എന്നാണ്, ഓണിലേ ഉണ്ട് ചെറിയ തീയിലേ ഉണ്ട്. ചന്ത ഇതുപോലെ നല്ല മിക്സ് ആക്കി എടുത്തിട്ട് അപ്പോൾ ഇത് മസാല ആയിത്തോടെ കണ്ടല്ലേ ഇതുപോലെ ആയിട്ട് പറഞ്ഞു മസാല.
അപ്പോൾ ഇത് മയാവും ഞങ്ങൾ ഈ മസാല ഇത്തൂടെ സ്റ്റവ് ഓഫാക്കുക. അപ്പോൾ കണ്ടല്ലേ. അപ്പോൾ ഈ ഒരു മസാല ഞങ്ങൾ നോർമൽ സമൂസ ಹಾಕ್ರಲ್ಲೇ അതും ഞങ്ങൾ ಇದಾಕಿ എടുക്കുക. നല്ല ಟೇಸ್ಟ್ ಆಯ್ತಲ್ಲ ഒരു ಮಸಾಲ ಇಟ್ಟಿದ್ರೆ ನಾನೋಡೆ ಮೂಲ್ಗೆಲ್ಲ ವೆಜ್ ಎಲ್ಲ ಹಾಕೊಂಬತ್ತಿಗೆ ಯಾರು ಹಾಕಿದ್ರು ഒരു മസാല ഇട്ടിക്രി ഇത് മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കും ഇങ്ങനെ മസാല ആക്കിയിട്ട് സമൂസ എല്ലാം ആക്കിങ് അതിൽ പിന്നെ ഇതാ ഞങ്ങൾ ആ ഒരു മസാല ആക്കിയ ടൈമാണ് ഞാനിവിടെ ഇത് റെസ്റ്റിക്ക് വെച്ചിരുന്നത്. വാപ്പസ് ഒരുക്ക കയ്യിൽ ഇതുപോലെ ചന്ത നല്ല സോഫ്റ്റ് ആയിട്ട് ಬಂದ್ರಿಪ್ಪ. അപ്പോൾ ഒന്നും കൂടി നല്ല ഒന്ന് മിക്സ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കൊലിച്ചിട്ട് എടുക്കറോ. അതിൽ പിന്നെ ഇതാ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം. ബോൾസ് ഞങ്ങൾ സാധാരണ സമൂസത്തുള്ള പോലെ ചെറിയ ബോൾസ് അല്ല തിൽ വലിയ ഇത് ബോൾസ് ആക്കിയിട്ട് ഞങ്ങൾ ഇത് പരത്തി എടുക്കണം. മൈദ ಬೇನುಂಟು ಹೆಂಗೆ ಇಟ್ಟೋಲ್ಲರು ನಂಗೆ ಇಪ್ಪ ಎಲ್ಲ ಮೈದಾ ಬೇನಾವು ನೋಕ್ಕಿಯೋಲ್ಲರು. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടില്ലേ ഗട്ടി ഉണ്ടോ ചുമ ലൂസ് ആവുക തീരത് തെളിവ് പയങ്ങ സമാവില്ല. അപ്പോൾ ഗട്ടി ആയത്ര ഞങ്ങൾ ഗട്ടിയിലേത് ഇതാക്കി കൊലിച്ചെടുക്കണം മൈദ കൊലിച്ചെടുക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഇത് പിന്നെ ചുമ തിന്നാക്കിയിട്ട് പരത്തരല്ല തെല്ല് ദളത്തിൽ പിന്നെ ഓവറായിട്ട് ചുമ ദള അവിടുന്ന് വേണ്ട. അപ്പോൾ ഞങ്ങൾ അത്ര നല്ലാവില്ല. അപ്പോൾ ഇത് ഞങ്ങൾ തെല്ല് ഇങ്ങനെ പരത്തരല്ല ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പരത്തിയാൽ പിന്നെ തെല്ല് ഓവൽ ഷേപ്പിലാക്കിയിട്ട് കൊടുക്കണം. ഇതുപോലെ ഓവൽ ഷേപ്പിലാക്കിയിട്ട് നടുക്ക് ഇങ്ങനെ കട്ടാക്കി എങ്ങായിട്ട് അതിൽ പിന്നെ തണ്ണി തെല്ലുതാ ആ സൈഡ് ഇങ്ങനെ തണ്ണി ഇങ്ങനെ തെല്ലാക്കി കൊടുക്കണം. ഇതിൽ കാട്ടുற പോലെ നിങ്ങൾ ഫോൾഡാക്കി എങ്ങായിട്ടതാ ഈസി ആയിട്ട് ഇരിക്കരുത് കണ്ടല്ലേ. ഇതുപോലെ ഫോൾഡാക്കണം. അവിടെ ഇങ്ങനെ പ്രസ് ആക്കിയിട്ട് കൊടുക്കുമോ ഇങ്ങനെ അത് ബുടോಗೆಲ್ಲ തീരാ ഞങ്ങൾ തണ്ണി തോത്തിയിട്ട് അവിടേക്ക് ഒന്ന് പ്രസ് ആക്കി കൊടുത്തെങ്കിട്ട് അപ്പോൾ അവിടേക്ക് നിൽക്കിട്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ കയ്യിലിങ്ങനെ പിടിച്ചോളണം. ഇങ്ങനെ പിടിച്ചിട്ട് ഞങ്ങൾ ഇതിക്ക് മസാല ഫില്ലാക്കിയിട്ട് കൊടുക്കണം. മസാല ഇതിക്ക് ഫില്ലാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറടി ആവുക തീരാ തെല്ല് നല്ല ഫില്ലാക്കി കൊടുക്കണം. ഇങ്ങനെ ഇപ്പോൾ ചെറിയ സമൂസ വേണമെങ്കിൽ ഇതിനെ കാട്ടി ഒന്നും കൂടി തെല്ല് ചെറുതാക്കി ഒന്നെങ്കിൽ ആക്കണുണ്ടായെങ്കിൽ തെല്ല് ചെറുതാക്കുക. ഇങ്ങനെ പഞ്ചാബി സമൂസ നല്ല വലിയ സൈസിലായിട്ട് ഇരിക്കറേ ഇതാ ഇതുപോലെ നല്ല മസാല ചന്ത ഫില്ലാക്കിയിട്ട് കൊടുക്കണം. നല്ല മസാല ಬೇಯ್ക്കണം. മസാല കുറടി ആവുക തീരാ അതിൽ പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് അവിടേക്ക് മടക്കിയിട്ട് ഒന്ന് ഇതുപോലെ പ്രസ് ആക്കി കൊടുത്തെങ്കിട്ട് ഇതുപോലെ ಚಂದ ಪ್ರೆಸ್ ಹಾಕಿ ಕೊಡ್ಕೊರು. ಅವಿಗೆ ತಿಳಿ ತಣ್ಣಿ ಹಾಕಿವಳು ತಣ್ಣಕ್ಕೆ ತಣ್ಣಿ ಹಾಕೋ ಮರಂಥದ್ದು ತಣ್ಣಿ ಅದು ನಂಗೆ അവിടെ ಪ್ರೆಸ್ ಹಾಕಿಟ್ಲಂಗೆ ನಂಗೆ ಇಪ್ಪ ಎಣ್ಣೆಲಿ ಇಡೋಂಬತ್ತಿಗೆ ಅದು ಫ್ರೈ ಆಯಿಟ್ಟು ಬರುಂಬತ್ತಿಗೆ അതിങ്ങനെ ബുടോಗೆಲ್ಲ ಚಾನ್ಸ್ ಉಂಟು ಗ್ಯಾಪ್ ಬರೋಗೆಲ್ಲ ಚಾನ್ಸ್ ಉಂಟು. ಅದಕ್ಕೊಂಡೆಲ್ಲ ಒಂದು അവിടെ ಪ್ರೆಸ್ ಹಾಕಿ കൊടുക്കണം. കണ്ടത്തല്ലേ ഇതുപോലെ ആക്കി അങ്ങാಯ್ತು. അപ്പോൾ ഒന്നും കൂടി ഞാനിതാ കാട്ടുറേ അതേപോലെ തണ്ണി ആക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചോളൂ. ഇതിപ്പോൾ നിങ്ങൾ പരത്തുമ്പോഴത്തേക്ക് ഇത് ചുമ തെളുപ്പായെങ്കും സമാവില്ല. ചുമ തെളുപ്പാവത്തില്ല. ഇതിൽ കണ്ടല്ലേ നിങ്ങൾ എത്ര ഗട്ടിയിലുണ്ടുണ്ടു പൂരി നിങ്ങൾ പരത്തുമ്പോൾ ദളത്തിൽ വീണോ ചുമ പിന്നെ ചുമ ദള അവിടുന്ന് വേണ്ടത് ഇതുപോലെ എല്ലാ സൈഡും ഇങ്ങനെ ഫസ്റ്റ് ഒന്ന് തണ്ണി ആക്കിയുള്ളൂ. എനിക്കത് ഫസ്റ്റ് തണ്ണി ആക്കും മറന്നത് അതിൽ പിന്നെ ഇതിൽ പോയി ഇതുപോലെ കണ്ടല്ലേ ഇതുപോലെ ഒന്ന് അവിടേക്ക് മടക്കിയിട്ട് പ്രസ് ആക്കി കൊടുത്തെങ്ങായിട്ട്. അപ്പോൾ ಗೊತ್ತಾಯ್ತല്ലേ എല്ലാം ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് എടുത്തെങ്ങായിട്ട്. അപ്പോൾ ഇത് ഞാൻ എല്ലാം ആക്കിയാൽ പിന്നെ കാട്ടണാണ്. അപ്പോൾ ഇത് എല്ലാ സമൂസ ഇതുപോലെ ആക്കി എടുത്തത്. അപ്പോൾ ഇതിൽ ഇത്ര മാത്രമല്ല ಇನ್ನೊರು 3-4 സമൂസ ഉണ്ട്. അപ്പോൾ ನಾನು എടുത്ത ಜಂಡು ಕಪ್ಪು ಮೈದത്തിൽ ഇത്ര സമൂസ ആയിട്ട് കിട്ടിയത്. മസാല ഒരു തെല്ല് മസാല എക്സ്ട്രാ ಬಂದರೆ ഒരു ജണ്ടോ അല്ലെങ്കിൽ ഒരു 3 സമൂസ ആക്കുക. അത്ര മസാല എക്സ്ട്രാ ಬಂದರೆ ബാക്കി ഞങ്ങൾക്ക് ഇത്ര ആയിട്ട് കിട്ടിയത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ഫ്രൈ ആക്കി എടുത്തെങ്കിട്ട്. അപ്പോൾ ഫ്രൈ ആക്കുമ്പോൾ എണ്ണ ഞങ്ങൾ ഞങ്ങൾ ഹൈ ഫ്ലെയിമിൽ ಬೇಕೋತೀರಾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിട്ട് നല്ല ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് പണ്ടല്ലേ അതുപോലെ ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ചെറിയ തീയിലല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. തീ ജോറാക്കിയിട്ട് വയ്ക്കണ്ട. അപ്പോൾ ഇതാ ഇതുപോലെ കാഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ ബാക്കി ഞങ്ങൾ സമൂസ എല്ലാം ഇതേപോലെ ഞങ്ങൾ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിട്ട്. അപ്പോൾ എല്ലാം ആക്കിയാൽ പിന്നെ കട്ടറാണ്. അപ്പോൾ ഇതാ എല്ലാ സമൂസയും ഫ്രൈ ആക്കി എടുത്ത്. അപ്പോൾ ഇത്ര സമൂസ ആയിട്ട് കിട്ടിയിരിക്കണ്ടല്ലേ ഇതുപോലെ. അപ്പോൾ നോക്കിയാറല്ലേ എത്ര ഈസി ആയിട്ട് നിങ്ങൾ ഈ ഒരു പഞ്ചാബി സമൂസ ആക്കിയിട്ട് എടുക്കാണ്ട്. ഇപ്പോൾ ഇതിൽ മസാല അങ്ങനെ വിനാച്ചെന്ന പോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാല ആയിട്ടിരിക്കുക. നിങ്ങൾ ഇത് ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഞ്ചാബി സമൂസ. ഇത് ഞങ്ങൾ തിന്നുമ്പോൾ ചൂടോടെ തിന്നണം. ചൂട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഞങ്ങൾ ഇത് നോമ്പ് ആ ഒരു ടൈം ആകുമ്പോൾ ഞങ്ങൾ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിൽ ഞങ്ങൾ സോസ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ തിന്നോക്കും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാറല്ലേ നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്ಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കൂ. ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുട്ടമേയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.